എല്ലാവർക്കും നമസ്കാരം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ കാണുവാൻ കഴിയുന്ന കാര്യമാണ് അബ്രാഹാമിനും സാറയ്ക്കും ദൈവം വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ കൊടുക്കുന്നു. അപ്പോൾ ഇസഹാക്കിനെ കൊടുക്കുന്നതിന് മുൻപേ എന്താണ് ഇവർ ദൈവം വാഗ്ദത്തം പറഞ്ഞപ്പോൾ ആ വാഗ്ദത്തം ലേറ്റ് ആയപ്പോൾ ഇവരുടേതായ ഒരു കുറുക്ക് വഴിയിലൂടെ, അതായത് ഹാഗാർ ദാസി അല്ലെ, ദാസിയിൽ നിന്ന് അബ്രാഹാമിന് ഒരു മകനുണ്ടായി. ആ മകനാണ് ഇസ്മായിൽ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ദൈവം ഇവരോട് പറഞ്ഞു അബ്രാഹാമിനും സാറയ്ക്കും കൂടി ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സാറയിൽ നിന്ന് തന്നെ കുഞ്ഞ് പുറത്തു വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യം അവരൊരു കുറുക്ക് വഴി തേടി. അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ നിറവേറ്റി കൊടുത്ത് പിന്നെ അവർക്ക് വാഗ്ദത്ത സന്തതിയായി ഇസഹാക്ക് ജനിക്കുന്നത്. അപ്പോൾ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ സാറായിക്ക് എന്താണ്, ഈ ദാസിയോടും മകനോടും എന്താണ് ഒരു അനിഷ്ടം അങ്ങ് തോന്നി തുടങ്ങി. അതിന് കാരണം എന്താ, അതിന് മുൻപേ ദാസിയോട് അനിഷ്ടം തോന്നി. ദാസിക്ക് സാറായെ അടിമയാക്കുന്നത് പോലെയുള്ളൊരു പെരുമാറ്റം വന്നു. അത് കഴിഞ്ഞ് അവൾ ഓടിപ്പോയതും പിന്നെ എന്താണ് യഹോവയുടെ ദൂതൻ പറഞ്ഞിട്ട് ദാസി തിരിച്ചു വന്നതും ഒക്കെ നമ്മൾക്കറിയാം. അതിനുശേഷം എന്താണ്, ഇവിടെ സാറായിക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാറ എന്ത് കണ്ടു അല്ലേ. നമ്മൾക്കറിയാം, ഒരു അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ എങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇസഹാക്ക് കുഞ്ഞു മോന. അന്നേരം ഈ സാറ ശ്രദ്ധിച്ചപ്പോൾ എന്താണ്, ഈ ഇസ്മയിൽ എന്താണ് ഈ കുഞ്ഞിനെ അങ്ങ് പരിഹസിക്കുക. നമ്മൾക്കറിയാമല്ലേ, ഇന്ന് നമ്മൾ ചെറിയ പിള്ളേരുടെ കളിയൊക്കെ കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ എവിടെയാണെങ്കിലും നമ്മളൊന്ന് നോക്കി നിന്നാൽ അറിയാം, ഈ കുഞ്ഞ് തീരെ പൊടിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ എന്ന് വെച്ചാൽ ഉള്ളതിൽ മൂത്തതിനെ കഴിഞ്ഞ് ചെറിയ പിള്ളേരും. അപ്പോൾ ഇവർ ഈ ബോളൊക്കെ കളിക്കുമ്പോൾ അവർക്ക് ഈ വലിയ ചേട്ടന്മാർ അടിക്കുന്ന അത്രയും അവർക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ബോളൊക്കെ കുഞ്ഞു ബോളായിട്ട് തീരും, അല്ലെങ്കിൽ എന്താണ് കുഞ്ഞു ഗോളായിട്ട് തീരും, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ടങ്ങ് കളിക്കാനൊന്നും പറ്റാതെ വരുമ്പോൾ ചേട്ടന്മാർ പരിഹസിക്കുന്നത് കാണാം. എല്ലാവരും അല്ല, ചിലരിങ്ങനെ പരിഹസിക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങളെ. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെ വീട്ടിലും എന്താണ്, മിക്കവാറും ചേട്ടനും അനിയനും തമ്മിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം. എന്തായാലും അങ്ങനെ ഇരുന്ന സമയത്ത് സാറ അത് ശ്രദ്ധിച്ചു. ഇസ്മായിൽ എന്ത് ചെയ്തു, വാഗ്ദത്ത സന്തതിയായ തൻ്റെ ഇസഹാക്കിനെ പരിഹസിക്കുന്നത് കണ്ടു. അപ്പോൾ സാറായിക്ക് എനിക്ക് തോന്നുന്നു അത് പല പ്രാവശ്യം കണ്ടു കാണും. അപ്പോഴാണല്ലോ ഒരു നീരസം സാറയിലും അങ്ങ് ഉടലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും സാറ എന്ത് ചെയ്തു, സാറ അബ്രാഹാമിനോട് പറഞ്ഞു, ഈ പരിഹാസിയായ മകൻ, എൻ്റെ മകനെ പരിഹസിക്കുന്ന ഈ പരിഹാസി എന്താണ്, ദാസിയുടെ മകനായ പരിഹാസി എൻ്റെ മകനോട് കൂടെ അവകാശം പങ്കിടുവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവനെ ഇവിടുന്ന് പുറത്താക്കി കളയണമെന്ന് പറഞ്ഞു. ദാസിയെയും കുഞ്ഞിനെയും ഇവിടുന്ന് പുറത്താക്കി കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രാഹാമിന് നല്ല ദേഷ്യം വന്നു. കാരണം എന്താണ്, അബ്രാഹാമിൻ്റെ ചോരയാണ് എന്ത്, ഇസ്മായിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അബ്രാഹാമിന് ദേഷ്യം വന്നു. അബ്രാഹാം മുഷിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് അബ്രാഹാം സാറയോട് മുഷിഞ്ഞു. അന്നേരം ഈ ദൈവം അവിടെ ഇടപെടുകയാണ് അല്ലെ. കുടുംബകലഹം അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദൈവം അവിടെ ഇടപെട്ടിട്ട് എന്താണ്, അബ്രാഹാമിനോട് പറഞ്ഞു, സാറ പറയുന്നത് പോലെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ സാറ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാമോ, ഈ വാഗ്ദത്ത സന്തതിയിലൂടെയുള്ള വാഗ്ദത്തം പുറത്തോട്ട് വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, സാറ പറയുന്നത് അങ്ങ് അനുസരിച്ചോ, അല്ലെങ്കിൽ എന്താണ്, ഈ കുടുംബത്തിനകത്ത് വഴക്കും അസ്വാരസ്യങ്ങളും ഒക്കെ അങ്ങ് ആകെ നിഴലിട്ട് അവിടെ ആത്മീയ അന്തരീക്ഷം അങ്ങ് വഴിമാറും. ഈ ആത്മീയ അന്തരീക്ഷം വഴിമാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അവിടെ വാഗ്ദത്ത സന്തതിക്ക് അതിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വളരുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ദാസിയെ മകനെയും കൂടെ അങ്ങ് പുറത്താക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അബ്രാഹാം എന്ത് ചെയ്തു, അബ്രാഹാം വിഷമത്തോടെ ആണെങ്കിലും ദാസിയെയും കുഞ്ഞിനെയും കൂടി പുറത്താക്കിയപ്പോൾ അവിടെയാണ് അബ്രാഹാം എന്ത് ചെയ്തത്, ഒരു തുരുത്തിയിൽ കുറച്ച് വെള്ളവും കുറച്ച് അപ്പവും കൊടുത്ത്, മാത്രം അത്രയും സ്വത്തുള്ള അബ്രാഹാം ഒരു തുരുത്തിയിൽ കുറച്ച് വെള്ളവും കുറച്ച് അപ്പവും കൊടുത്ത് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടു അല്ലേ. അപ്പോൾ നമ്മൾക്ക് മാനുഷികമായി ചിന്തിക്കുവാണെങ്കിൽ എന്ത് പറയാം, ഈ അബ്രാഹാമിന് എന്താണ്, പിന്നെ ഈ സാറായിക്ക് അങ്ങ് ഈ ഇസ്മായിലിനും ഹാഗാറിനും കൂടെ സ്വന്തം കുഞ്ഞല്ലേ, കുറച്ച് സ്വത്തുക്കൾ തന്നെ അങ്ങ് കൊടുത്തു വിടാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് വരും. എന്നാൽ ഇവിടെ എന്താണ്, എൻ്റെ മകനോട് കൂടെ ഈ ദാസിയുടെ മകൻ അവകാശിയാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാറ പറഞ്ഞത് ഇവിടെയുള്ള അവകാശത്തിൽ ഒന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യഹോവയാം ദൈവവും എന്താ പറഞ്ഞത്, സാറ പറഞ്ഞത് തന്നെ ചെയ്യാനാണ് പറഞ്ഞു. അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അബ്രാഹാമിന് കുറച്ചുകൂടിയൊക്കെ കൊടുത്തു വിടായിരുന്നു അല്ലേ, കുറച്ചും കൂടി അപ്പവും കുറച്ചും കൂടെ വെള്ളവും ഒക്കെ കൊടുത്തു വിടാമായിരുന്നു. എന്നാൽ ഇവർ ബേർഷേബ മരുഭൂമിയിലോട്ട് ചെന്ന് അവിടെ ഇങ്ങനെ ഉഴന്ന് നടന്നു. അപ്പോഴത്തേനും അവരുടെ എന്ത് തീർന്നു, വെള്ളം തീർന്നു, അപ്പം തീർന്നു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുഞ്ഞിൻ്റെ ഇതും ചെറുതാന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ നിലവിളി കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്താണ്, ആ കൊച്ചിനെ ഒരു കുറ്റിക്കാട്ടിൽ അവിടെ ഇങ്ങനെ കിടത്തി. എന്നിട്ട് ഹാഗാർ ഇപ്പുറം മാറിയിരുന്ന് അങ്ങ് കരയുകയായിരുന്നു. അപ്പോൾ എന്താണ്, ദൈവത്തിനറിയാം ഇവർ തെറ്റുകാരല്ല അല്ലേ. ആരാ, ഈ ഇസ്മായിലും ഈ ഹാഗാറും തെറ്റുകാരല്ല. കാരണം എന്താ,
ഈ സാറായുടെ അതിബുദ്ധിയായിരുന്നു അല്ലേ. സാറായിക്ക് വാഗ്ദത്തം ലേറ്റായപ്പോൾ സാറായുടെ അതിബുദ്ധിയായിരുന്നു. ഓ, ഇനി എനിക്ക് വിശ്വാസമോടെ ക്ഷയിച്ചു. അപ്പോൾ സാറ പറഞ്ഞു, ഇനി എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഈ ദാസിയിലൂടെ കുഞ്ഞിനെ തരുമെന്നായിരിക്കും പക്ഷെ ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് ആ വാഗ്ദത്തത്തെ എന്ത് ചെയ്തു, ഉൾട്ടയാക്കിയിട്ട് എങ്ങോട്ട് പറഞ്ഞു വിട്ടു, അബ്രാഹമിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഹാഗാറിനെ ആരാ പറഞ്ഞു വിട്ടത്, ഈ സാറ തന്നെയാ പറഞ്ഞു വിട്ടത് അല്ലേ. എന്നിട്ട് അങ്ങനെ ഉണ്ടായ കുഞ്ഞ്, അപ്പോൾ ആ കുഞ്ഞും ആ ഹാഗാറും എന്താണ്, അവരവിടെ തെറ്റുകാരല്ല, ഇവരുടെ ഒരു 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 എന്താ പറയുക, പിടിപ്പുകേട് കൊണ്ടാണ് അങ്ങനെ ഒരു സന്തതി അവിടെ ജനിക്കുവാനും അവരിപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരുവാനും ഇടയായത്. പരിഹാസ്യം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അവിടെ എത്തിച്ചേരുവാനുമായിട്ടും ഇടയായത്. അതുകൊണ്ട് യഹോവയാം ദൈവത്തിന് എന്ത് ചെയ്തു, ആ ദാസിയോടും ആ കുഞ്ഞിനോടും കരുണ തോന്നി അല്ലേ. ദൈവത്തിന് കരുണ തോന്നി അല്ലേ. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അല്ലേ. ദൈവത്തിന് കരുണ തോന്നിയ ദൈവം അവർക്ക് വേണ്ടിയിട്ട് എന്താ പറഞ്ഞ, ഹാഗാറിൻ്റെ കണ്ണവിടെ തുറന്നു. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് ഹാഗാറിന് വേണ്ടി എന്താ ചെയ്തത്, ഒരു നീരുറവ, കുഞ്ഞിന് വേണ്ടി, ആ ബാലന് വേണ്ടി ഒരു നീരുറവ അങ്ങ് തുറന്നു കൊടുത്തു. എന്നിട്ട് അവർക്ക് പിന്നെ നീരുറവയാണ് എന്ന് വെച്ചാൽ പറ്റിപ്പോകാത്തൊരു നീരുറവ ദൈവം അങ്ങ് തുറന്നു കൊടുത്തു. പിന്നെ അത് അവർ കുടിച്ച് അവരവിടെ നിന്നും പിന്നെ എന്താണ്, ഞാൻ അവനോട് കൂടെ ഇരിക്കും, അവനെ അനുഗ്രഹിക്കുമെന്നൊക്കെ ദൈവം പറഞ്ഞു അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അല്ലാതെ ജനിച്ചതാണെങ്കിൽ കൂടി ദൈവത്തിന് എന്താണ് ഒരു കരുണ. ഇതാണ് ദൈവം അല്ലേ. ഈ ലോകത്തിൽ ഇന്ന് ദൈവം ഈ ലോകത്തെ മുഴുവൻ അല്ലേ ഇന്ന് താങ്ങി നിർത്തുന്നതിൻ്റെ കാരണം എന്താണ്, ദൈവത്തിൻ്റെ ഈ വലിയ കരുണയാണ് അല്ലേ, മഹാകരുണയാണ്. എനിവേ അവിടുന്ന് ഇസ്മായിൽ പിന്നെ വളർന്നു ഒരു ജാതിയായി തീർന്നു എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാം. എന്നാൽ എൻ്റെ എന്താ പറയുക, പ്രധാന ടോപ്പിക് അതല്ല. നമ്മൾക്ക് ഇങ്ങോട്ട് വരാം, പരിഹാസി അല്ലേ. പരിഹാസി എന്ത് ചെയ്യരുത്, വാഗ്ദത്ത സന്തതിയുടെ കൂട്ടത്തിൽ ഒരു പരിഹാസി വളർന്നു വരരുത്. പലപ്പോഴും നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഇന്ന് വാഗ്ദത്ത സന്തതികളാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതികളല്ലേ. നമ്മൾ ഈ ബൈബിളും പിടിച്ച് പള്ളിയിലോട്ട് ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ പോയി കാണുമ്പോൾ എന്താണ്, പലരും നമ്മളെ പരിഹസിക്കും അല്ലേ. നമ്മളെ പരിഹസിക്കും, നമ്മളോട് ഇഷ്ടക്കേട് തോന്നും, നമ്മളുടെ ആരാധനയ്ക്ക് അവരെന്ത് പരിഹസിക്കും. ഇങ്ങനെ പരിഹാസങ്ങളും എല്ലാം നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പലപ്പോഴും നമ്മൾക്ക് തോന്നും, ദൈവമേ അവരൊക്കെ എന്താ നല്ലതുപോലെ ദൈവത്തെ വിളിക്കുന്നുമില്ല, എന്നിട്ട് അവരൊക്കെ നല്ലതുപോലെ ജീവിക്കുന്നു. ഞങ്ങൾ ഈ പുസ്തകവും എടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിയിട്ട് കർത്താവെ ഞങ്ങൾക്ക് പരിഹാസവും നിന്ദയും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളല്ലോ എന്ന് വിളിച്ച് ദൈവസ്ഥാനത്തിൽ കരയുന്ന എല്ലാവരോടും ഇന്ന് ദൈവത്തിന് പറയുവാനുള്ള ഒരാലോചന എന്താണെന്ന് വെച്ചാൽ, ദൈവം വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പരിഹാസികളെ എല്ലാം ദൈവം എന്ത് ചെയ്യും, അകറ്റിക്കളയും. പരിഹാസങ്ങളെ ദൈവം സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ഇടയാകും. ചിലപ്പോൾ പലപ്പോഴും കുടുംബത്തിനകത്ത് അല്ലേ, കുടുംബത്തിനകത്ത് നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടാകും. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ കുടുംബത്തിനകത്തുള്ളവർ പോലും ചിലപ്പോൾ നമ്മളെ പരിഹസിക്കും. ഓ, കുറേ ആയല്ലോ ഈ പുസ്തകം ചുമപ്പ് തുടങ്ങിയിട്ട്, കുറേ ആയല്ലോ പ്രാർത്ഥന തുടങ്ങിയിട്ട്, കുറേ ആയല്ലോ കിടന്നുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചും പലപ്പോഴും നമ്മളുടെ കുടുംബത്തിനകത്ത് നിന്ന് പോലും നമ്മൾക്കെതിരെ പരിഹാസത്തിൻ്റെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഓർക്കുക, ഇത് എന്താണ്, നമ്മളുടെ വാഗ്ദത്തത്തിൻ്റെ ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാഗ്ദത്തത്തിൻ്റെ സമയം അടുത്തത് കൊണ്ടാണ് ഇവിടെ പരിഹാസി ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ അങ്ങ് കർത്താവ് ഈ പരിഹാസികൾ കാരണം കർത്താവ് എൻ്റെ വാഗ്ദത്തം ഞെരുങ്ങിപ്പോകുവാൻ, വാഗ്ദത്തം ലേറ്റ് ആകുവാൻ കർത്താവെ അവിടുന്ന് അനുവദിക്കരുതേ എന്നും നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തോട് നിലവിളിയോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ, ഈ പരിഹാസങ്ങളെ ദൈവം സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ പരിഹാസികളെ ദൈവം ഓടിച്ചു കളയും. എന്നുവെച്ച് ഓടിച്ചു കളഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് തരും, നമ്മളുടെ ഒരു വാഗ്ദത്തങ്ങൾ അല്ലെ, വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. കാരണം ഈ പരിഹാസങ്ങളെ ചുറ്റും നിന്നും അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾക്ക് ആത്മീയത്തിൽ നമ്മൾക്ക് ശോഭിക്കുവാൻ കഴിയാതെ വരും അല്ലേ. അത് ആത്മീയത്തിൽ നിന്ന് പോലും നമ്മൾക്ക് പരിഹാസങ്ങൾ വരും അല്ലേ. ആത്മീയ മേഖലകളിൽ നിന്ന് പോലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ചർച്ചകളിൽ നിന്ന് പോലും എന്താണ്, കൂട്ടുവിശ്വാസികളിൽ നിന്ന് പോലും നമ്മൾക്കെതിരെ പരിഹാസത്തിൻ്റെ ശബ്ദങ്ങൾ ഉയരും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മളുടെ വാഗ്ദത്തം ഇവിടെ എന്താണ് ജനിച്ചു കഴിഞ്ഞു, വാഗ്ദത്തം ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് എന്താണ്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണം. അപ്പോൾ ഈ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടണം. അപ്പോൾ ഈ ആത്മീയ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ പരിഹാസങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ആകണം.
അപ്പോൾ ഈ പരിഹാസങ്ങൾ സ്റ്റോപ്പ് ആകുവാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം ഈ വചനം വെച്ച് ഈ 21 നമ്മൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവിടെ വാഗ്ദത്ത സന്തതിയെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു വാഗ്ദത്തമല്ലാത്തൊരു സന്തതി, അവിടെയൊക്കെ നമ്മൾ വ്യക്തികളെ അല്ല കാണേണ്ടത് കേട്ടോ, പൈശാചിക സ്പിരിറ്റിനെയാണ് കാണേണ്ടത്. കാരണം വ്യക്തികളിലൂടെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക സ്പിരിറ്റാണ് പരിഹാസത്തിൻ്റെ സ്പിരിറ്റ്. അപ്പോൾ ആ സ്പിരിറ്റിനെ ദൈവം തകർക്കണം. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം ആ സ്പിരിറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പറയണം, കർത്താവേ, ആ സ്പിരിറ്റിനെ എൻ്റെ ദൈവം ഒന്ന് തകർത്ത് കളഞ്ഞ് കർത്താവേ, വാഗ്ദത്തത്തിൻ്റെ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് ഞാനൊന്ന് എത്തപ്പെടുവാൻ, അല്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ തലമുറയൊന്ന് എത്തപ്പെടുവാൻ ദൈവമേ അവിടെ നിന്ന് ഇടവരുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾക്കറിയാമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ചിലയിടങ്ങളിലേക്ക് പഠിപ്പിക്കുവാൻ വിടും. അവരെന്ത് ചെയ്യും? അവിടുത്തെ ഒരു പ്രശ്നങ്ങളെ സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്യും? അവരത് ഇട്ടെറിഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ വാഗ്ദത്തത്തോടെ ദൈവം ഒരു ജോലി കൊടുക്കും. ആ ജോലിക്കകത്ത് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവരത് ഇട്ടെറിഞ്ഞിട്ട് പോകും. എന്തുകൊണ്ടാണ്? അവർക്ക് അവിടുത്തെ പരിഹാസങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും സഹിക്കുവാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാഗ്ദത്തത്തിൻ്റെ അകത്തായിട്ട് വാഗ്ദത്തം ജനിച്ചു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ, അതായത് വാഗ്ദത്തത്തിനകത്തോട്ട് നമ്മൾ കാല് ചവിട്ടി കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ ധ്വനികൾ ഉയരണം. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കണം. ശക്തി വർദ്ധിപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വാഗ്ദത്തം, ദൈവം തന്ന വാഗ്ദത്തം അതിൻ്റെ പൂർണ്ണതയിൽ എത്തട്ടെ. അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുവാൻ ഇടവരുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പരിഹാസത്തിൻ്റെ വാകളെ എൻ്റെ ദൈവം അടപ്പിക്കുമാറാകണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ വചനം ധ്യാനിച്ച്, അതായത് ഉൽപ്പത്തി പുസ്തകം 21 ഈ ഒരു സംഭവം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഫൈനലി അതിൻ്റെ ടോപ്പിക്സ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ അതിനകത്തെ. അതായത് നമ്മൾക്കൊരു വാഗ്ദത്തം, നമ്മളുടെ വാഗ്ദത്തം ജനിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വാഗ്ദത്തത്തിനകത്തോട്ട് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനെ തകർത്ത് കളയുവാൻ, അതിനെ ഞെരുക്കി കളയുവാൻ, ആ വാഗ്ദത്തത്തിനകത്തോട്ട് നമ്മളെ എത്തിക്കാതിരിക്കുവാൻ, അല്ലെങ്കിൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ ലേറ്റാക്കിപ്പിക്കുവാൻ, അതിനെ കറക്കി കളയുവാൻ വ്യക്തികളിലൂടെ ചില പരിഹാസത്തിൻ്റെ സ്പിരിറ്റുകൾ, അല്ലെങ്കിൽ ചില നമ്മളെ ഞെരുക്കുന്ന സ്പിരിറ്റുകൾ വ്യക്തികളിലൂടെ എഴുന്നേൽക്കും. അപ്പോൾ ഇതിനെ തകർക്കുവാൻ എന്ത് ചെയ്യണം? നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഏത് വചനമായി? ഉൽപ്പത്തി പുസ്തകം 21 ഈ സംഭവം വെച്ച് നമ്മുടെ ദൈവസ്ഥാനത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ ഏറ്റെടുത്തോണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.